ഹായ് എവ്രിവൺ, ഞാൻ സ്വാതി, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റാണ്. കുറേ കാലമായിട്ട് പലരും എന്നോട് കമൻസിൽ ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയ്ക്ക് വേണ്ടി. സോ ഹിയർ ഈസ് എ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ഓഫ് എൻ MBBS സ്റ്റുഡൻറ്റ് ആൻഡ് വെൽക്കം എവ്രിവൺ ടു മൈ ന്യൂ യൂട്യൂബ് വീഡിയോ. രാവിലെ 8 മണി മുതൽ 12 മണി വരെ നമുക്ക് പോസ്റ്റിംഗ് ടൈമാണ്. എനിക്ക് കറൻ്റ്ലി പീഡിയാട്രിക്സ് പോസ്റ്റിംഗ് ആണ്. അതിൽ രാവിലെ 1 hour നമുക്ക് SGD ഉണ്ട്. ഇന്നത്തെ SGDയിൽ എനിക്ക് പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു. We have to study 4 clinical symptoms. The first one is kwashiorkor, then marasmus, then marasmic kwashiorkor and severe acute malnutrition. So let's discuss about the kwashiorkor first. രാവിലത്തെ SGD കഴിഞ്ഞു, പക്ഷെ അപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ കോട്ട് എടുക്കാൻ മറന്നു. അപ്പം ഹോസ്റ്റലിൽ പോയിട്ട് കോട്ട് എടുക്കാൻ പോവാം. മോർണിംഗ് ക്ലാസ് കഴിഞ്ഞാൽ ഒരു 10 to 15 മിനിറ്റ്സ് നമുക്ക് ടീ ബ്രേക്ക് കിട്ടും. സോ കോട്ട് എടുത്ത് കഴിഞ്ഞതും ഞങ്ങൾ രണ്ടുപേരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ക്യാൻറ്റീനിൽ പോയി. കഴിക്കുമ്പോൾ പോലും പഠിക്കുന്ന സുഖം. ഇനി നമുക്ക് പോസ്റ്റിങ്ങിന് കയറാം. എനിക്ക് കറൻ്റ്ലി പീഡിയാട്രിക്സ് പോസ്റ്റിംഗാണ് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് പോസ്റ്റിങ്സ് ആണ്. ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് OP ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും പോസ്റ്റിംഗ്, ബാക്കി 5 ദിവസം പീഡിയാട്രിക്സ് വാർഡിലായിരിക്കും പോസ്റ്റിംഗ്. ഇന്ന് ഞങ്ങൾക്ക് OP പോസ്റ്റിംഗ് ആയിരുന്നു. നമ്മൾ ആദ്യം OP നഴ്സസ് റൂമിൽ ബാഗൊക്കെ വെച്ച് കോട്ടും സ്റ്റെത്തും നോട്ട്സൊക്കെ എടുത്ത് ഒന്ന് റെഡിയാവും. ദെൻ OPയിൽ പോയിട്ട് ഓരോ ഫാക്കൽറ്റീസിൻ്റെ അടുത്തായിട്ട് നിൽക്കും. യൂഷ്വലി വാർഡ്സിൽ പോസ്റ്റിംഗ് ആകുമ്പോൾ എന്താ നടക്കാമെന്ന് കാണിച്ചു തരാം. വാർഡിൽ കയറുന്നതിന് മുന്നേ എപ്പോഴും നമ്മൾ ഹാൻഡ് ഹൈജീൻ പെർഫോം ചെയ്യണം. ഇത് ഹാൻഡ് വാഷിംഗ് ഓർ സാനിറ്റൈസിങ് ചെയ്യും. ഏതൊരു പേഷ്യൻറ്റിനെ ടച്ച് ചെയ്യുന്നതിന് മുമ്പും ചെയ്തതിന് ശേഷവും ഇത് മസ്റ്റാണ്. ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവാണ്ടിരിക്കാനാണ് നമ്മളിങ്ങനെ ഹാൻഡ് ഹൈജീനൊക്കെ ചെയ്യുന്നത്. എസ്പെഷ്യലി ഇൻ പീഡിയാട്രിക് കേസസ് മോസ്റ്റ് ഓഫ് ദി അഡ്മിറ്റഡ് ബേബീസും ഇമ്മ്യൂണിറ്റി കുറഞ്ഞവരായിരിക്കും. സോ ദിസ് ഇസ് എ മസ്റ്റ്. വാർഡിൽ വെച്ച് നമ്മൾ പേഷ്യൻസിൻ്റെ കേസ് ഹിസ്റ്ററി എടുക്കും, അവരുടെ എക്സാമിനേഷൻ ചെയ്യും. എന്നിട്ട് നമ്മളെടുത്ത കേസ് ഫാക്കൽറ്റിയുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യും. നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ദേ വിൽ ബി കറക്റ്റിംഗ് അസ് ആൻഡ് ദേ വിൽ ബി ടീച്ചിങ് അസ് സം ന്യൂ തിങ്സ്. മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് അത്രയ്ക്കും എക്സ്പീരിയൻസും നോളജും ഒക്കെയുള്ള ആൾക്കാരായിരിക്കും. ആൻഡ് ഇറ്റ്സ് എ പ്രിവിലേജ് ടു ലേൺ ഫ്രം ദം. OPയും വാർഡും കൂടാണ്ട് നമ്മളെ സ്കിൽസ് ലാബിലൊക്കെ കൊണ്ടുപോയിട്ട് ഈ മൂക്കിൽ കൂടെ ട്യൂബ് ഇടുന്നതൊക്കെ ഇല്ലേ, അതായത് നേസോഗ്യാസ്ട്രിക് ട്യൂബിൻ്റെ ഇൻസേർഷനും ബാഗ് ആൻഡ് മാസ്ക് വെൻറ്റിലേഷനും ഒക്കെ പഠിപ്പിച്ചു തന്നിരുന്നു കേട്ടോ. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ടുഡേയ്സ് OP പോസ്റ്റിംഗ്. ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് ഡിസീസസ് ലൈക്ക് കാവസാക്കി ഡിസീസ്, റിക്കറ്റ്, സീജേഴ്സ് ഇങ്ങനത്തെ കേസസ് ഒക്കെ പഠിപ്പിച്ചു തന്നു. പോസ്റ്റിങ്സ് ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഹോസ്റ്റലിലേക്ക് പോകാം. 12 to 1 ടോട്ടൽ 1 hour ആണ് നമുക്ക് ബ്രേക്ക് ടൈം ഉള്ളത്. നമ്മൾ പോസ്റ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നല്ല മഴ പെയ്യാൻ തുടങ്ങി. പക്ഷെ സ്കൂട്ടി എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ കുടയും പിടിച്ച് സ്കൂട്ടിയിൽ പോകണം, നോക്ക എന്താവുന്നു. ഞാൻ ജസ്റ്റ് ഹോസ്റ്റലിലെത്തി. ഇറങ്ങാൻ നോക്കുമ്പോൾ മഴ പെയ്തു. ആകെ നനഞ്ഞ് കുടിച്ച് കൈയൊക്കെ ഫുള്ള് നനഞ്ഞിട്ടുള്ളത്. ഫുഡ് കഴിക്കാൻ മെസ്സിൽ പോകാം. നമുക്ക് ചിക്കൻ കറി ഉണ്ട്. നല്ല കഷ്ടം. ഇത് മനസ്സിൽ ചെയ്തത് ആ പിന്നെ വെജിറ്റേറിയൻകാർക്ക് എക്സ്ട്രാ വാട്ടർമെലനൊക്കെ ഉണ്ട്. അച്ചാർ അതൊന്നും ഞാൻ എടുക്കുന്നില്ല. മീൻകറി, പച്ചക്കറി എന്തൊക്കെയോ ഉണ്ട്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് SGD ഉണ്ട് 1 മണിക്ക്, അതിന് പോകണം. തരാം. പീഡിയാട്രിക്സ് പോസ്റ്റിങ്ങിന് കൊണ്ടുപോകേണ്ട കുറച്ച് സ്പെഷ്യൽ തിങ്സ് കാണിച്ചു തരാം. ഫസ്റ്റ് വൺ, ഇങ്ങനത്തെ ടോയ്സ് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളുടെ അടുത്ത് എക്സാമിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളുടെ അടുത്ത് കേസ് എടുക്കുന്ന സമയത്ത് അവർ വലിയ ആൾക്കാരെ പോലെയല്ലല്ലോ, എപ്പോഴും അങ്ങനെ കോപ്പറേറ്റീവ് ആവണമെന്നൊന്നുമില്ല. ചിലപ്പോൾ കരയും, ചിലപ്പം എക്സാമിൻ ചെയ്യാനൊന്നും സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും കുട്ടികളെ മെരുക്കിയെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ടോയ്സൊക്കെ
കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇന്ന് ഞങ്ങൾക്ക് ഒ പിയിലായിരുന്നു പോസ്റ്റിംഗ്. അപ്പോൾ ഒ പിയിൽ കുറേ കുട്ടികൾ വന്നു. അതിൽ കുറച്ച് കുട്ടികൾ എക്സാമിൻ ചെയ്യുന്ന സമയത്തൊക്കെ കരയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ നമ്മൾ ഇങ്ങനെ ടോയ്സൊക്കെ കൊടുത്ത് അവരുടെ കൈ കൊടുക്കുമ്പം ഇപ്പോൾ 1 വയസ്സും 1.5 വയസ്സൊക്കെയുള്ള പ്രായമുള്ള കുട്ടികളായിരിക്കും. അവരത് നോക്കി ഇങ്ങനെ നിൽക്കും. ആ സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് എക്സാമിൻ ചെയ്യാം. ആ സമയത്ത് അവരുടെ അമ്മയുടെ അടുത്തോ അച്ഛൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ട് ഹിസ്റ്ററി ഒക്കെ എടുക്കാൻ പറ്റും. പിന്നെ പീഡിയാട്രിക്സ് പോസ്റ്റിങ്ങിന് വേണ്ട വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഇങ്ങനെ മെഷറിംഗ് ടേപ്പ്. മെഷറിംഗ് ടേപ്പ് എന്തിനാണെന്ന് വെച്ചാൽ കുട്ടികളുടെ ആന്ത്രോപ്പോമെട്രി എന്ന് വെച്ചാൽ അവരുടെ ലെങ്ത്ത്, ഹൈറ്റ്, വെയ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പീഡിയാട്രിക്സ് കേസസിൽ. കാരണം അവർക്ക് മാൽന്യൂട്രീഷൻ ഉണ്ടോ, ഇങ്ങനെ എന്തെങ്കിലും തരത്തിൽ അവർ മാൽന്യൂട്രീഷൻ ഉണ്ടെങ്കിൽ അത് അവരുടെ ഗ്രോത്തിനെയും ഡെവലപ്മെൻറ്റിനെയും ഒക്കെ നല്ലോണം ബാധിക്കും. അപ്പോൾ നമ്മൾ പീഡിയാട്രിക് കേസസിൽ എപ്പോഴും ആന്ത്രോപ്പോമെട്രി അസസ് ചെയ്യും. അതിന് യൂസ് ചെയ്യുന്നതാണ് മെഷറിംഗ് ടേപ്പ്. പിന്നെ പീഡിയാട്രിക്സിൽ വരുന്നൊരു സെപ്പറേറ്റ് കാര്യമാണ് ഇങ്ങനെ ഗ്രോത്ത് ചാർട്ട്. ഇത് ആക്ച്വലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോപ്പി എടുത്തിട്ടാണ്. ശരിക്കും ഗ്രോത്ത് ചാർട്ട് ഗേൾസിനുണ്ട് ബോയ്സിനുണ്ട്. ഗേൾസിൻ്റെ ഗ്രോത്ത് ചാർട്ട് വിൽ ബി പിങ്ക് ഇൻ കളർ ആൻഡ് ബോയ്സിൻ്റെത് ലൈറ്റ് ബ്ലൂ, ആ കളറായിരിക്കും. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ആന്ത്രോപ്പോമെട്രി ക്യാരക്ടേഴ്സൊക്കെ നമ്മൾ മെഷർ ചെയ്യും. ലൈക്ക് ഹൈറ്റ്, വെയ്റ്റ്, പിന്നെ അവരുടെ BMI, അവരുടെ ഹെഡ് സർക്കംഫറൻസ്, അവരുടെ മിഡ് അപ്പർ ആം സർക്കംഫറൻസ്, ഇതൊക്കെ മെഷർ ചെയ്തിട്ട് അവരുടെ ഏജിനുള്ള ഹൈറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് BMI ഫോർ ഏജ് ആണിത്. അപ്പം അവരുടെ ഒരു കുട്ടിയുടെ BMI കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ കുട്ടിയുടെ വയസ്സ് ഇപ്പോൾ 2 വയസ്സാണെങ്കിൽ ആ 2 വയസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഉള്ളത്, അല്ലെങ്കിൽ ശരിക്കും വേണ്ടതിനേക്കാളും എത്ര കുറവാണെന്നൊക്കെ മനസ്സിലാക്കാൻ യൂസ് ചെയ്യുന്ന ചാർട്ട്സാണ് ഗ്രോത്ത് ചാർട്ട്സ്. പിന്നെ എല്ലാ പോസ്റ്റിങ്ങിനും കൊണ്ടുപോകുന്നത് പോലെ സ്റ്റെത്തസ്കോപ്പ്. ഞാൻ പുതിയൊരു ലിറ്റ്മാൻ സ്റ്റെത്തസ്കോപ്പ് മേടിച്ചു. ലിറ്റ്മാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റെത്തസ്കോപ്പിൽ ഏറ്റവും ടോപ്പായിട്ടുള്ളൊരു ഭയങ്കര നല്ലൊരു ബ്രാൻഡാണ്. പിന്നെ നമുക്ക് വേണ്ടൊരു കാര്യമാണ് ഇങ്ങനെ കേസ് എഴുതാൻ വേണ്ടിയിട്ടൊരു കുഞ്ഞ് നോട്ട്. അത് മാക്സിമം ചെറുതായാൽ നല്ലതായിരിക്കും. കാരണം നമ്മൾ എപ്പോഴും വാർഡിൽ ബെഡ് സൈഡിൽ പോയിട്ടായിരിക്കും കേസ് എടുക്കുക. അപ്പോൾ ചെറിയ ലൈറ്റ് വെയിറ്റ് ഒക്കെ ആയിട്ടുള്ള നോട്ട്സിൽ എഴുതാനായിരിക്കും കംഫർട്ടബിൾ. ഞാൻ ചിലപ്പോൾ ഈ നോട്ടിൽ എഴുതും, ഇല്ലെങ്കിൽ എൻ്റെ ഐപാഡിൽ എഴുതും. പിന്നെന്താ, വൈറ്റ് കോട്ട് ഇട്ടിട്ടാണ് നമ്മൾ വാർഡിൽ പോവുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. കോളേജ് വിട്ട് വന്നിട്ട് കുറേ കിടന്നുറങ്ങി. ഇപ്പോൾ ഇത് എണീച്ച് റെഡിയായി സ്റ്റഡി ഹാളിലേക്ക് പോകാൻ നോക്കുകയാണ്. കോളേജിലാണ് സ്റ്റഡി ഹാള്. എൻ്റെ ഫ്രണ്ട് ശ്രീലക്ഷ്മി അപ്പുറത്തെ ഹോസ്റ്റലാണ്. അപ്പോൾ അവിടെ പോയിട്ട് അവളെ പിക്ക് ചെയ്തിട്ട് കോളേജിലേക്ക് പോകണം. സെൻട്രൽ ലൈബ്രറിയിലേക്ക് നമുക്ക് ബാഗൊന്നും എടുക്കാൻ പറ്റില്ല. ഒരു ബുക്കും പിന്നെ ടാബോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ ബാഗൊക്കെ പുറത്ത് വെച്ചിട്ട് പോകാൻ പോകും. മെഡിക്കൽ സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാനുള്ളത് പലതും ആൾക്കാർക്ക് വരുന്ന രോഗങ്ങളെ കുറിച്ചൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ആദ്യം ഞാൻ ഫെയിൻറ്റിങ് അല്ലെങ്കിൽ സിൻകോപ്പിനെ കുറിച്ച് പഠിച്ചു. സിൻകോപ്പ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ തലചുറ്റൽ അല്ലെങ്കിൽ നമ്മളെ പെട്ടെന്ന് അൺകോൺഷ്യസ് ആവുന്നതൊക്കെ ഇല്ലേ, അതാണ്. അപ്പോൾ പല ടൈപ്സ് ഓഫ് സിൻകോപ്പ് ഉണ്ട്. വാസോവാഗൽ സിൻകോപ്പ്, കാർഡിയാക് സിൻകോപ്പ്, ഓർത്തോസ്റ്റാറ്റിക് സിൻകോപ്പ് അല്ലെങ്കിൽ പോസ്ചറൽ സിൻകോപ്പ്, സിൻകോപ്പ് അസോസിയേറ്റഡ് വിത്ത് എനി സെറിബ്രോവാസ്കുലർ ഡിസീസസ് ആൻഡ് സം മിസ്സലീനിയസ് കോസസ് ഓഫ് സിൻകോപ്പ്. അപ്പം ഇതിൻ്റെയൊക്കെ മെക്കാനിസം അതെങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വായിച്ച് നോട്ട്സ് ഉണ്ടാക്കി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ഇന്ന് നമുക്ക് ഒ പിയിൽ വെച്ചിട്ട് കാവസാക്കി ഡിസീസിനെ കുറിച്ച് പഠിപ്പിച്ചു എന്ന്. അപ്പോൾ ഒ പിന്ന് ഞാനും ശ്രീലക്ഷ്മിയും പറഞ്ഞിരുന്നു ഇന്ന് രാത്രി സെൻട്രൽ ലൈബ്രറിയിൽ പോയിട്ട് നമുക്ക് കാവസാക്കി ഡിസീസിനെ കുറിച്ച് വായിക്കണമെന്ന്. സോ ഞങ്ങൾ പീഡിയാട്രിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്കായിട്ടുള്ള ഒ പി കൈ എടുത്തിട്ട് കാവസാക്കി ഡിസീസിനെ കുറിച്ച് പഠിച്ചു. ഞാനും ശ്രീലക്ഷ്മിയും എന്നും ഒന്നിച്ചാണ് ലൈബ്രറിയിൽ പഠിക്കാൻ വരിക. ആദ്യമൊക്കെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു വരിക, പക്ഷേ ആ സമയത്ത് ചില ദിവസം എനിക്ക് ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ എനിക്ക് എന്നും കൺസിസ്റ്റൻ്റായിട്ട് വരാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ മടിച്ചിരിക്കുമ്പോൾ ശ്രീലക്ഷ്മി വാ പോകാമെന്നൊക്കെ പറയുമ്പോൾ കൈൻഡ് ഓഫ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ലൈബ്രറിയിൽ പോയിട്ട് പഠിക്കാൻ പറ്റാറുണ്ട്.